ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തിയറാണ് എ നോൺ-എംപ്റ്റി സബ്സെറ്റ് W of V is a subspace of V if and only if for each pair of alpha comma beta in W and each scalar C in F then vector C alpha plus beta in W. അതായത് W സബ്സെറ്റ് ഓഫ് V ആണ്. W എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് V ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് C alpha plus beta belongs to W എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഫോർ ഈച്ച് പെയർ ഓഫ് ആൽഫ കോമ ബീറ്റ ഇൻ W ആൻഡ് ഈച്ച് സ്കേലാർ C ഇൻ F. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആദ്യം W സബ്സ്പേസ് ഓഫ് V ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? C ആൽഫ പ്ലസ് ബീറ്റ Wയിലുണ്ടെന്ന് കാണിക്കുക. തിരിച്ച് C ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് W സബ്സ്പേസ് ഓഫ് V ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇനി നമ്മൾ പ്രൂഫിലേക്ക് പോവാണ്. പ്രൂഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു പാർട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ട് വിചാരിക്കുക W സബ്സ്പേസ് ഓഫ് V ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? C ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W ആണെന്ന് പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? സപ്പോസ് ചെയ്യേണ്ടത് C ആൽഫ പ്ലസ് ബീറ്റ Wയിലുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് W സബ്സ്പേസ് ഓഫ് V ആണെന്ന് കാണിക്കുക. ഇങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ട് വേണം ഇതിന്റെ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ പ്രൂഫിലേക്ക് പോവാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ത് വിചാരിക്കണം? സപ്പോസ് W ഈസ് എ സബ്സ്പേസ് ഓഫ് V. W സബ്സ്പേസ് ഓഫ് V ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? C ആൽഫ പ്ലസ് ബീറ്റ ഇൻ W എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ W ഈസ് എ സബ്സ്പേസ് ഓഫ് V എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. ഇനി ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു W ആൻഡ് C ഇൻ F. Since W is a subspace of V, then by definition we can write C alpha belongs to W and beta belongs to W. That implies we write C alpha plus beta belongs to W. W subspace ആണല്ലോ. ഇപ്പൊ C alpha Wയിലുണ്ടെങ്കിൽ B Wയിലുണ്ടെങ്കിൽ അതിന്റെ അഡിഷൻ എന്ന് പറയുന്നതും എന്തിലുണ്ടായിരിക്കും? Wയിലുണ്ടായിരിക്കും. അതായത് C alpha plus beta belongs to W ആയിരിക്കും. Since W is closed under addition and multiplication. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? W സബ്സ്പേസ് ഓഫ് V ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? C ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യേണ്ടത് C ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അതിനുശേഷം എന്ത് പ്രൂവ് ചെയ്യണം? W എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് V ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ കോൺവേഴ്സ്ലി അസ്യൂം. എന്ത് അസ്യൂം ചെയ്യുന്നു? C ആൽഫ പ്ലസ് ബീറ്റ ഇൻ W. C ആൽഫ പ്ലസ് ബീറ്റ Wയിലുണ്ട്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? W എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് V ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ C ആൽഫ പ്ലസ് ബീറ്റ ഇൻ W എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആൽഫ ബീറ്റ ഫോർ എവറി ആൽഫ ബീറ്റ ബിലോങ്സ് ടു എവിടെ ഉണ്ട്? Wയിലുണ്ട്. ആൻഡ് C ഇൻ F ആണ് അല്ലെ. ഇനി ഞാൻ ഈ C ആൽഫ പ്ലസ് ബീറ്റയില് C ആൽഫ ഓക്കെ പ്ലസ് ബീറ്റയില് ബീറ്റയ്ക്ക് ഞാൻ 0 കൊടുക്കുകയാണ്. ബീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C ആൽഫ എന്ന് കിട്ടും അല്ലെ. ഈ C ആൽഫ എന്ന സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആൽഫ Wയിലുണ്ട്. അപ്പൊ C ആൽഫ എവിടെ ഉണ്ടാവണം? Wയിലുണ്ടാവണം. അപ്പൊ നമ്മൾ ബീറ്റ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ C ആൽഫ ഇൻ W എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ സിന്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുക്കുകയാണ്. C is equal to 1 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും അല്ലെ. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ അപ്പൊ എന്തിലുണ്ടായിരിക്കും? Wയിലുണ്ടായിരിക്കും. Therefore, W is closed under addition and scalar multiplication. ഇപ്പൊ എന്താ പറഞ്ഞത്? C ആൽഫ പ്ലസ് ബീറ്റയില് ബീറ്റയുടെ സ്ഥാനത്ത് 0 കൊടുത്തു. അപ്പൊ നമുക്ക് C ആൽഫ എന്ന് കിട്ടും. C ആൽഫ Wയിലുണ്ട്. അപ്പൊ C ആൽഫ എന്ന് പറഞ്ഞ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്തിലുണ്ടായിരിക്കും? Wയിലുണ്ടായിരിക്കും. ഓക്കെ, വിച്ച് ഇസ് ബിലോങ്സ് ടു W എന്ന് പറയാം. ഇനി C ഈക്വൽ ടു 1 എടുത്തു. C ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ കിട്ടി. ആൽഫ Wയിലുണ്ട്, ബീറ്റ Wയിലുണ്ട്. അപ്പൊ അതിന്റെ അഡിഷൻ എന്ന് പറയുന്നതും Wയിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം ഇതിൽ? therefore W is closed under addition and scalar multiplication എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് taking C is equal to -1 and beta is equal to 0. ഈ C ആൽഫ പ്ലസ് ബീറ്റയില് സിന്റെ സ്ഥാനത്ത് -1ഉം ബീറ്റയുടെ സ്ഥാനത്ത് 0യും കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ -1 ഇൻറ്റു ആൽഫ പ്ലസ് 0 ദാറ്റ് ഈസ് നമുക്ക് കിട്ടുക -1 ഇൻറ്റു ആൽഫ എന്ന് കിട്ടും. -1 ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇസ് ഇൻ W. ദാറ്റ് എംപ്ലൈസ് മൈനസ് ആൽഫ ബിലോങ്സ് ടു W എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അതേപോലെ തന്നെ C is equal to -1ഉം ബീറ്റ is equal to ആൽഫ എന്നും കൊടുക്കുകയാണ്. എവിടെ? C ആൽഫ പ്ലസ് ബീറ്റയില് C is equal to -1 എന്ന് കൊടുക്കുക. ബീറ്റയ്ക്ക് സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ആൽഫ എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -ആൽഫ പ്ലസ് ആൽഫ എന്ന് കിട്ടും.
minus 1 into alpha plus alpha. That is, we get minus alpha plus alpha, that is equal to 0. So 0 എന്ന് കിട്ടും. 0 which is belongs to W ആയിരിക്കും. Okay? Since W subset of V, all other properties of vector space satisfies W. Hence W is a subspace of V. എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വെക്ടർ സ്പേസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, W എന്ന് പറയുന്നത് ഈസ് എ സബ്സ്പേസ് ഓഫ് V ആണെന്ന് പറയാം. അപ്പൊ ഓക്കെ ഇല്ലേ? ഇനി എക്സാമ്പിൾ 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗിവൺ എ വെക്ടർ സ്പേസ് V, then the set W1 is equal to set 0 and W2 is equal to V. And the subspace of V, they are called trivial subspace of V. ഇവിടെ V എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. ഇവിടുത്തെ സെറ്റ് W1 is equal to set 0 and W2 is equal to V എന്ന് പറയുന്നത് എന്താണ്, സബ്സ്പേസ് ഓഫ് V ആണ്. W1ഉം W2ഉം Vന്റെ സബ്സ്പേസസ് ആണ്. ഈ സബ്സ്പേസസിനെ നമ്മൾ എന്തെന്നാ പറയാ, ട്രിവിയൽ സബ്സ്പേസ് ഓഫ് V എന്നാണ് പറയാം. ഓക്കെ, W1 is equal to set 0യും W2 is equal to V എന്ന് പറയുന്നത് എന്താണ്, ട്രിവിയൽ സബ്സ്പേസ് ഓഫ് V ആണ്. ഓക്കെ, എക്സാമ്പിൾ 2 ഡിസ്കസ് ചെയ്യാം. R ഈസ് എ വെക്ടർ സ്പേസ് ഓവർ R. R എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണ് ഓവർ R. ഓക്കെ, Q ഈസ് നോട്ട് എ സബ്സ്പേസ് ഓഫ് R. Q Rന്റെ സബ്സ്പേസ് അല്ല. ഓക്കെ, സിൻസ് Q ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, 2 belongs to Q, root 3 belongs to R. But 2 into root 3 does not belongs to Q. Q എന്ന് പറയുന്നത് എന്തല്ല, is not a subspace of R. അതിന് കാരണം എന്താ, Q is not closed under scalar multiplication. അപ്പൊ നമുക്ക് എടുക്കാൻ 2 belongs to Q ആണ്, root 3 belongs to R ആണ്. അങ്ങനെയാണെങ്കിൽ 2 into root 3 does not belongs to Q എന്ന് പറയാം. 2 into root 3 does not belongs to Q എന്ന് പറയാം. Next, example 4. Consider vector space R square over R. Then the subspace of R square R, W1 is equal to set 0, 0, W2 is equal to R square, W3 is equal to any straight line passing through the origin. Okay? Consider the vector space R square over R. Then the subspace of R square. R square ന്റെ subspaces എന്ന് പറയുന്നത് W1 is equal to set 0, 0 and W2 is equal to R square, W3 is equal to any straight line passing through the origin.